എന്ത് അസുഖം വരികയാണെന്ന് വെച്ചാലും അതിന്റെ മുന്നോടിയായിട്ട് ഈ പ്രാവുകൾ കൂനി കുറുകി ഓരോരോ ഭാഗത്ത് ഒതുങ്ങി നിൽക്കും. അത് ചിലപ്പോൾ ഇന്നലെ കൊടുത്ത തീറ്റ ദഹിക്കാതെ ആകാം, ചിലപ്പോൾ തീറ്റ ഇൻഫെക്ഷൻ ആകാം. ഇത് പലത് കാരണം പല അസുഖങ്ങളുടെയും ഇത് ഈ മപ്പാണ്. മപ്പ് പറയുമ്പോൾ തൂങ്ങി പിടിച്ചു നിൽക്കും, തീറ്റയൊന്നും തിന്നില്ല. അങ്ങനെ തീറ്റയൊന്നും തിന്നാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പ്രാവുകൾ ഉണ്ടെങ്കിൽ ആ പ്രാവിനെ പ്രത്യേകം തനിച്ച് കൂട്ടിലിട്ട് വെച്ച് അതിനെ മരുന്ന് കൊടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഈ പ്രാവുകളിനെ മറ്റു പ്രാവുകൾ നിൽക്കാൻ സമ്മതിക്കില്ല. അപ്പൊ ഈ പ്രാവുകൾ തീറ്റ എടുക്കില്ല. ഒന്നാമത് ശരീരത്തിൽ അസുഖം കൂടി തീറ്റയും കൂടി കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പ്രാവിന് അസുഖങ്ങൾ കൂടാനുള്ള സാധ്യത ഒരുപാടാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു മപ്പ് പ്രാവ് കാണിച്ചു എന്നിരിക്കട്ടെ, ഏറ്റവും ചുരുങ്ങിയത് നമ്മളുടെ അടുത്ത് സിപ്ലോക്സ് 500 എന്ന് പറയുന്ന ആ ടാബ്ലറ്റ് ഉണ്ട്. ഇതാണ് ആ ടാബ്ലറ്റ്. ഈ സിപ്ലോക്സ് 500 ഒരു ഗുളിക എടുക്കുക. ഈ ഒരു ഗുളിക എടുത്തതിന് ശേഷം നമ്മുടെ അടുത്ത് ഡീകോംപ്ലക്സ് സിറപ്പ് വന്നിട്ട് ഒരു 15 മില്ലി എടുക്കുക. ഈ 15 മില്ലിയില് ഈ ഒരു ഗുളികയെ ഇട്ടിട്ട് 15 മില്ലി വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം, ഇത് നമ്മൾ ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഗുളിക അലിയും. ഇത് ഒരു പ്രാവിനെ ഒരു 5 മില്ലി വെച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട നമ്മളുടെ മപ്പ്, അതായത് മറ്റേ കൂനി കുരുകി നിൽക്കുന്നത് 2 തവണ അടിച്ചു കൊടുത്താൽ തന്നെ അത് മാറും ചെയ്യും, അന്തസ്സായിട്ട് തീറ്റയെടുക്കും. ഇത് 2 ദിവസം കൊടുത്ത് 4 ദിവസം കൊടുത്താലും ആ പ്രാവുകൾക്ക് കുഴപ്പങ്ങൾ, മരുന്ന് കൊടുത്തതിന്റെ പേരിൽ കുഴപ്പങ്ങൾ സംഭവിക്കാനുള്ള യാതൊരു ഇതുമില്ല. ഇനി ഒരു നേരം നമ്മൾ പനി വന്നു, പ്രാവിന് മരുന്ന് കൊടുത്തു മാറുന്നില്ല, തീറ്റ ദഹിക്കണില്ല എന്നിരിക്കട്ടെ, നോർമെട്രോജൻ, ഈ നോർമെട്രോജൻ 0.5 കൊടുക്കുക. ആ കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവ് ചിലപ്പോൾ വാമിറ്റ് ചെയ്യുമ്പോൾ പഴയ തീറ്റകൾ കംപ്ലീറ്റ് പുറത്തു പോകും. 2 തവണ കൊടുത്തു കഴിഞ്ഞാൽ അത് ലൂസ് മോഷൻ പോവുകയാണെന്ന് വെച്ചാലും ഈ നോർമെട്രോജൻ കൊടുത്താൽ മതി. ഇനി പനിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 എണ്ണം ഓരോരോ 0.5 എടുത്ത് ചെയ്താൽ മതി. സപ്താണം നോർമെട്രോജനും. പിന്നെ മറ്റേ മുട്ടയിടാത്ത പ്രാവുകൾക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുത്തത് കൊണ്ട് മുട്ടയിടണം എന്നുള്ളതൊന്നും നമ്മൾ പറയാൻ തയ്യാറല്ല. എന്നാലും എവിയോൺ 400 അത് കൊടുക്കാം. അതുമാതിരി തന്നെ എവിയോന്റെ 200 ഉണ്ട്, അത് കൊടുക്കാം. അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊടുക്കുന്നത് 400 കൊടുത്ത് 10 ദിവസം കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് 200 കൊടുക്കുക. അങ്ങനെ മാറ്റി കൊടുത്തിട്ട് പ്രാവുകൾക്ക് നല്ല തീറ്റയൊക്കെ കൊടുത്തു നോക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് എന്തെങ്കിലും ഒരു ഇത് കയറി വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമുക്കത് മുട്ട കരിക്കൂടാനും മുട്ടയിടാനും. പിന്നെ ഗ്രിറ്റ് പ്രാവുകൾക്ക് മസ്റ്റാണ്. ടെറസിൽ വളർത്തുന്ന എല്ലാ പ്രാവുകൾക്കും ഗ്രിറ്റ് കമ്പൽസറി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ വാങ്ങിച്ചെങ്കിലും കൊടുക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകുക. ഗ്രിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് പ്രാവിന് വേണ്ട എല്ലാ ഇതും കിട്ടുള്ളൂ. അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുരിങ്ങയില മുതൽ ഏതെല്ലാം ഐറ്റം കീരകളോ എന്തെങ്കിലും പച്ച ഇലകൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രാവുകൾക്ക് വേണ്ട ശരീരത്തിലേക്ക് വേണ്ട വിറ്റമിൻസ് കിട്ടുമ്പോഴാണ് പ്രാവിന്റെ പൂർണ്ണമായിട്ടുള്ള വളർച്ചയ്ക്കും അതിന്റെ ശരീരഭാഗങ്ങളെല്ലാം വികസിക്കാനുള്ള ഗ്യാപ്പ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പ്രാവ് മുരടിച്ചു പോകും. പിന്നെ പ്രാവ് മുട്ടിയിട്ടില്ല, ഏറ്റവും നല്ല പ്രാവാണ് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക.